പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ദൈവങ്ങൾ ഇരിക്കുന്നത് ദേവാലയത്തിലാണ്. അതെ, ഏത് മതങ്ങളിലായിക്കോട്ടെ ദൈവങ്ങൾക്കായിട്ട് ചില ആലയങ്ങൾ, വീടുകൾ നിർമ്മിച്ച്, മനുഷ്യൻ തന്നെ നിർമ്മിച്ച് അവിടെ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലൂടെ ഈ ദൈവത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവനവൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട്, ആത്മബലത്തിന് വേണ്ടിയിട്ട്, അവനവൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെയാണോ നമ്മൾ പലപ്പോഴും നമ്മളിലും വലിയൊരു ശക്തിയെ കൂട്ടുപിടിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ദേവാലയങ്ങളിൽ ആണ് കൂടുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യമെന്നും അവിടെയാണ് ദൈവം കൂടി ഉള്ളുന്നതെന്നും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിഷ്ഠയോടുകൂടി നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിരിക്കുന്ന, അല്ല നമ്മുടെ മതപരമായി പറഞ്ഞ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യൂ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്നുള്ള ഒരു അറിവ് വെച്ചുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ജീവിക്കാറുള്ളത്. അല്ലേ? ഇപ്പം സ്പിരിച്വൽ സയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങൾ എന്ന് പറയുന്നത് എല്ലായിടത്തും കുടികൊള്ളുന്ന സർവശക്തനാണ്. ഇത് പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ തിരിച്ച് ആ ദേവാലയത്തിലുള്ള ദൈവങ്ങളിൽ മാത്രം ആരാധിച്ചു പോരുന്ന, വിശ്വസിച്ചു പോരുന്ന മുതിർന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും ഒരു മറുപടി ഉണ്ടാവില്ല തിരിച്ചു പറയാൻ. അവർ പറയും, നീ ദോഷം പറയരുത്, ഗുരുദോഷം പറയരുത്, ദൈവദോഷം പറയരുത്, ഞാൻ പറയുന്ന കണക്ക് ചെയ്യ്, അമ്പലത്തിൽ പോ, പള്ളിയിൽ പോ എന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് ഈ വരും തലമുറയൊന്നും പലപ്പോഴും അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് പേരൻസ്, മുതിർന്നവർ പറയുന്നൊന്നും വിശ്വസിക്കാത്തത്. കാരണം അവർ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഇവർ കാലങ്ങളായിട്ട് പോയിട്ട് ഇവർക്കൊരു അഭിവൃദ്ധിയില്ല. ഈ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇവർ എന്തോ വിശ്വസിച്ച് പോകുന്നു. ഇവിടെയാണ് പുതിയ തലമുറയിലെ ചില ലോജിക് ചിന്തകൾക്ക് മുന്നിൽ പതറിപ്പോകുന്നു. അപ്പോൾ ഇതിനൊക്കെ മനസ്സിലാക്കാൻ കൃത്യമായിട്ട് അറിയാം, ആ സയൻസ് അറിയാത്തത് കൊണ്ടാണ്. ദൈവങ്ങൾ അവിടെയുണ്ടോ? അവിടെയുമുണ്ട്. പിന്നോ എവിടെയുമുണ്ട്. അപ്പം തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, എല്ലായിടത്തും ഉണ്ടെങ്കിൽ പിന്നെ ദേവാലയങ്ങൾ എന്തിനാണ്? അതിനകത്തൊരു ദേവൻ എന്തിനാണ്? ഇപ്പം കാറ്റെല്ലായിടത്തും ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. വായു എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിന് കൂടുതൽ പ്രസൻസ് കിട്ടുന്നത് ചിലർക്ക് ഫാനിനടിയിലോട്ട് ചേർന്ന് നിൽക്കുമ്പോഴല്ലേ കൂടുതൽ ഊഷ്മളത കിട്ടുന്നത്, ശാന്തി കിട്ടുന്നത്. പക്ഷെ ഫാനിനടിയിൽ നിന്നാലും അകത്ത് ഉഷ്ണം കൂടുതലാണെങ്കിലോ ഫാനിനടിയിൽ നിന്നും വെട്ടി വിയർക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഫാനടിയിൽ ദേവാലയത്തിൽ പോയാലും അകം പ്രക്ഷുബ്ധമാണെങ്കിൽ അവിടെയും ദേവനെ കാണാൻ സാധിക്കില്ല, ദേവൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല. അത് എവിടെയും ആസ്വദിക്കാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. ഇത്തരത്തിലൊരു ചോദ്യവുമായി ഒരു കുട്ടി അവൻ്റെ എല്ലാ ദിവസവും അവൻ്റെ വീട്ടിൽ കിടന്ന് ബഹളം പിടിക്കുമായിരുന്നു. ഈ ദൈവത്തെ പറ്റിയുള്ള മുതിർന്നവർ പറഞ്ഞു കൊടുത്ത ആ നല്ല നല്ല അനുഭവങ്ങളും കഥകളും ഒക്കെ വെച്ച് അവൻ വിചാരിച്ചു ഒരു ദിവസം ദൈവത്തിനെ ഒന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും. വേറെ ഒന്നും വേണ്ട, എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തോടൊപ്പം ഒന്ന് ഭക്ഷണം കഴിക്കണം, ഒരു ദിവസമെങ്കിലും ദൈവത്തിനടുത്ത് പോയി ഒന്ന് ഭക്ഷണം കഴിക്കണം. അതായിരുന്നു അവൻ്റെ ആത്യന്തികമായ ആഗ്രഹം. അപ്പോൾ അയാൾ എല്ലാ ദിവസവും അവൻ വീട്ടിൽ പറയും. അവൻ പേരൻസ് പറയും, എന്തെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിനടുത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റും, അതിന് അവസരം ഉണ്ടാകും, പ്രതീക്ഷയോടെ ഇരിക്കൂ, ഇങ്ങനെ ആശ്വാസവചനങ്ങൾ കൊടുത്ത് വിശ്വാസത്തിൽ ഉറപ്പിച്ചു പോയി. ഒരു ദിവസം ഇവൻ കേവലം 6-7 വയസ്സുള്ള കുട്ടിയാണ്. അവന് ഭക്ഷണപ്പൊതിയുമായി വീട്ടിൽ സ്കൂളിൽ പോകാതെ നേരെ ഇറങ്ങി തിരിച്ചു. അങ്ങനെ നടന്ന് ഒരുപാട് ഗ്രാമവഴികളൊക്കെ പിന്തുടർന്നു ഒരു സായാഹ്നത്തിൽ എവിടെത്തി? ഒരു കടൽ തീരത്തെത്തി. ആ കടൽ തീരത്തെത്തി അവനിങ്ങനെ അലയുകയാണ്, ഈശ്വരനെ തേടി നടക്കുകയാണ്, ദൈവത്തിനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ. അവൻ്റെ കയ്യിലുള്ള ഭക്ഷണപ്പൊതി അഴിച്ചിട്ടില്ല. അങ്ങനെ പോയപ്പോൾ ഒരു ബെഞ്ചിലിരുന്ന് ഒരു വൃദ്ധയായ അമ്മുമ്മ ഇരുന്ന് കരയുകയാണ്, കടലിലേക്ക് നോക്കി. അവർ ആത്മഹത്യ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തെ അവിടെ ഇവിടെ എന്തൊക്കെ നടന്നപ്പോഴാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മുമ്മയെ ഇവൻ്റെ മനസ്സിൽ, അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അവൻ നേരെ അടുത്ത് പോയി ആ ബെഞ്ചിൽ ചേർന്നിരുന്നു. എന്തിനാ അമ്മ കരയുന്നത് ചോദിച്ചു. ഒന്നുമില്ല മോനെ. എന്നാലും എന്താ പറയൂ, എനിക്ക് വിശപ്പ് സഹിക്കാൻ, മരിക്കാൻ വന്നതാണ്, എൻ്റെ വീട്ടിൽ സ്വസ്ഥതയില്ല, എൻ്റെ മോനും മരുമോളും ഒക്കെയാണ് ഉള്ളത്, അവർ ഭക്ഷണമൊന്നും തരില്ല, എന്നാൽ മരിച്ചു കളയാമെന്ന് വിചാരിച്ച് ഇവിടെ എത്തിയതാണ് എന്ന് പറഞ്ഞു. ഉടനെ ഈ കുട്ടി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇവൻ്റെ മനസ്സല്ലെങ്കിൽ വേറെ ഒന്നിനെ പറ്റി ആലോചിച്ചില്ല, ഈ ഭക്ഷണപ്പൊതി ഈ അമ്മൂമ്മയ്ക്ക് കൊടുത്തു. അമ്മൂമ്മ അത് ആർത്തിയോടെ വാരി കഴിച്ചു. അവനിങ്ങത് സാഗൂതം നോക്കിയിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അപ്പോഴാണ് പെട്ടെന്ന് വിശപ്പിൻ്റെ ഒരു ആധിക്യത്താൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പം അവരൊരു പിടി വാരി അവൻ്റെ വായിലോട്ട് വെച്ചു കൊടുത്തു. അവനത് സന്തോഷത്തോടെ ചവച്ചിറക്കി കരച്ചു. അപ്പോൾ രണ്ടുപേരും അങ്ങനെ സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ചു.
അങ്ങനെ അവർ പരസ്പരം കാര്യങ്ങളൊക്കെ ചോദിച്ച് എവിടാന്നൊക്കെ ചോദിച്ചിട്ട് പിരിയുകയാണ്. അവന് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല. അപ്പം വീട്ടിലേക്ക് വരുമ്പോൾ അവർ ആൾക്കാരെല്ലാം നോക്കിയിരിക്കുകയാണ്. ഇവൻ രാവിലെ സ്കൂളിൽ പോയ പയ്യനാണ്, തിരികെ വന്നിട്ടില്ല. സ്കൂളിൽ അന്വേഷിച്ചു, നാട്ടിലെല്ലാം അന്വേഷിച്ചു. ഇവൻ എന്തൊക്കെയോ ചിന്തിച്ച് സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഇതേ സമയം തന്നെ ആ വൃദ്ധയായ സ്ത്രീ അവരും മടങ്ങി വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇറക്കി വിട്ട മരുമോളും മക്കളും ഒക്കെ ഉണ്ട് അവിടെ. അവരോട് ഇവരെന്താ പറഞ്ഞെന്നറിയാമോ? ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോൾ പറഞ്ഞു, ഇത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ലേലും ദൈവം എന്നെ കരുതിയിരിപ്പുണ്ട്, എനിക്ക് വേണ്ടി ഭക്ഷണം കരുതി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല, എനിക്കത് ലഭിക്കും എന്ന് വിചാരിച്ചാണ് അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ രാവിലെ തൊട്ട് ഉച്ചവരെ ഇരുന്നിട്ടും വൈകിട്ട് വരെ ഇരുന്നിട്ടും ദൈവം വരാത്തതിൽ മനംതൊന്ന് ഇവർ ആത്മഹത്യക്കായിട്ടാണ് ആ ബെഞ്ചിൽ വന്നിരുന്നത്. ഏതായാലും വൈകിട്ട് ഇവരും സന്തോഷത്തോടെ തിരികെ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്നു, ആ വൃദ്ധയായ അമ്മൂമ്മയും. അപ്പോൾ ഈ കുട്ടിയുടെ വീട്ടുകാർ പേരൻസ് ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? എല്ലാവരും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ വഴക്കൊക്കെ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, ഞാൻ തേടിപ്പോയത് ഇന്നാണ് കിട്ടിയത്. എന്താ നീ തേടിപ്പോയത്? ദൈവത്തോടൊപ്പം ഒരിക്കലും എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞല്ലേ? പറഞ്ഞിരുന്നു, ഞാൻ ഇന്ന് ദൈവത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇത് കേട്ടപ്പം പേരൻസ് മറ്റുള്ളവർ, നിനക്ക് വട്ടാണ്. അതെ, സത്യമായിട്ടും ഞാൻ ദൈവത്തോടൊപ്പം ഇരുന്നാണ് ഇന്ന് ഭക്ഷണം കഴിച്ചത്. അപ്പം ഒരു അമ്മുമ്മയുടെ രൂപത്തിൽ, ഒരു വൃദ്ധയായ അമ്മുമ്മയുടെ രൂപത്തിൽ എന്നോടൊപ്പം വന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ഇതേപോലെ സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ വീട്ടിൽ പോലും. അപ്പോൾ പക്ഷേ വീട്ടുകാർ ശരിക്കും ഇവന് തോന്നിയതാകാല്ലേ മറ്റാരെങ്കിലും അല്ലെങ്കിൽ വിചാരിച്ചെങ്കിലും അവൻ്റെ മനസ്സ് അന്ന് സന്തോഷത്താൽ നിറഞ്ഞാണ് ഉറങ്ങിയത്. ഇതേ സന്ദർഭത്തിൽ മറുതലയ്ക്കൽ ഈ അമ്മൂമ്മയും തിരികെ വീട്ടിലോട്ട് ചെല്ലുമ്പം വീട്ടുകാർ ചോദിച്ചു, ഇന്ന് കണ്ടോ ദൈവത്തെ? ദൈവം വല്ലതും തന്നോ എന്ന് ചോദിച്ചു. തന്നു, ഒരുപാട് തന്നു. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇത് പറഞ്ഞപ്പോഴും മരുമക്കളും മക്കളും ഒക്കെ കളിയാക്കി. പക്ഷെ എന്നാലും അവരതൊന്നും ശ്രദ്ധിച്ചില്ല. സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെ ദൈവമേ എന്ന് ഭഗവാനെ എന്ന് മാത്രം വിളിച്ചുകൊണ്ട് അവരവരുടെ മുറിയിലേക്ക് കടന്നു പോയി. ഇവിടെ രണ്ടിടത്ത് സംഭവിച്ചത്, ദൈവം എന്ന് പറയുന്ന സർവ്വചരാചരങ്ങളിലും സർവ്വപ്രപഞ്ചത്തിലും ഉണ്ട്. ആര് എങ്ങനെയാണോ, ഏത് വിധേനയാണോ ഉള്ളിലേക്ക് കൊടുക്കുന്നത്, അവർ അങ്ങനെയുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും കണക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് ദൈവം എന്ന് പറയുന്നത്. അത് എവിടെയാണെങ്കിലും, അത് വിഗ്രഹങ്ങളിലായാലും പ്രപഞ്ചത്തിലായാലും എവിടെയും നമ്മുടെ ഉള്ളിൽ എന്താണോ നമ്മൾ തേടുന്നത്, അത് ദൈവം തീർച്ചയായിട്ടും ആ പ്രപഞ്ചശക്തി, ആ ഊർജം നമ്മളിലേക്ക് ആ അനുഭവവേദ്യമാക്കുന്നതാണ് ദൈവം എന്ന് പറയുന്നത്, ദൈവാധീനം എന്ന് പറയുന്നത്. അതിനെ ദൈവാധീനം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എവിടെയുള്ളത്? അമ്പലത്തിലാണോ, പള്ളിയിലാണോ, ഇനിയും പുറമെയാണോ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും അടങ്ങിയിരിക്കുന്ന ആ പ്രപഞ്ചശക്തിയാണ്, സ്നേഹമാണ് ദൈവം എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളും അതിനെ എങ്ങനെയാണോ കാണുന്നത് അതനുസരിച്ച് അതിനുള്ള സന്ദർഭങ്ങൾ നിമിത്തങ്ങളായി നമ്മളിലേക്ക് എത്തപ്പെടും. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ കിട്ടാനും നിമിത്തങ്ങൾ പോലെ നമ്മളെയൊക്കെ പലപ്പോഴും ഇടവരുത്തുന്നുണ്ട്, കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യന് മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. ആ ബുദ്ധിയെ ശരിയായ രീതിയിൽ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളെയും സാധ്യതകളെയും ആ രൂപേണ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയും നമുക്ക് അനുഭവവേദ്യമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.